ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര പരാമർശങ്ങളുമായി എ പത്മകുമാറിന്റെ റിമാൻഡിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണം ചെമ്പെന്ന് രേഖകൾ മാറ്റിയതിന് ഇതിന് ശേഷമാണെന്നും SIT പറയുന്നു. പത്മകുമാറിനെ കുടുക്കിയത് സ്വന്തം കൈപ്പട എന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, ഗുഡ് മോർണിംഗ്. കൂടുതൽ വ്യക്തത വരികയാണ്, എന്താണ് പങ്ക് എന്നുള്ളത്. ഈ റിമാൻഡ് റിപ്പോർട്ട് പത്മകുമാറിന് എത്രത്തോളം കുരുക്കാണ്, എത്രത്തോളം തെളിവുകൾ മൊഴികൾക്കപ്പുറത്തേക്ക് ശേഖരിക്കാൻ SITക്ക് സാധിച്ചിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് ബിനിൽ. ഏതായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് മരാമത്ത് പ്രൊസീജിയർ മറികടന്നുകൊണ്ട് ഈ പറയുന്ന ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതിന് പകരം ഇത് കൂട്ടുപ്രതിയുമായി ഗൂഢാലോചന നടത്തി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എ പത്മകുമാർ ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ. ഇവിടെ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം നമ്മൾ രാവിലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിപ്പിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ പത്മകുമാറിന് കുരുക്കായി അദ്ദേഹത്തിന് സ്വന്തം കൈപ്പട തന്നെ വരുന്നു. അത് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് എന്തുകൊണ്ടാണ് പത്മകുമാർ അത് ചെമ്പുപാളി എന്ന് മാത്രം എഴുതിയത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത്. അവിടെ ഈ പത്മകുമാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിൻ്റെ വീട്ടിലടക്കം ഗൂഢാലോചന നടത്തി. അതിനുശേഷം വളരെ കൃത്യമായി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി അജണ്ട നോട്ടീസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എഴുതുകയും അതിനുശേഷം ഇത് വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന മരാമത്ത് പ്രൊസീജിയർ മാനുവൽ എല്ലാം മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നുള്ളതുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിനിൽ, ഈ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പ്രധാനമായും ഇതിലെ അന്വേഷണം ഇനി കൂടുതൽ ആളുകളിലേക്ക്, അതായത് കുടുങ്ങിയിരിക്കുന്നത് വമ്പൻ സ്രാവുകളാണ്, സംശയമില്ല. കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഉൾപ്പെടെ കടക്കുമോ എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആകാംക്ഷ ഉയരുന്നത്. അപ്പോൾ പത്മകുമാറിന്റെ മൊഴികളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇനിയുള്ള അങ്ങോട്ടുള്ള അന്വേഷണത്തിന് പ്രധാനമാകുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമല്ലോ നിശ്ചയമായും, അല്ലേ? തീർച്ചയായും പത്മകുമാറിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കാരണം വളരെ പ്രമാദമായ കേസാണ്. വളരെ കൃത്യമായി ഒരുപക്ഷെ ഗൂഢാലോചന എന്ന് SIT പറയുന്ന പത്മകുമാർ, അപ്പോൾ ഈ പത്മകുമാറിൽ നിന്ന് ഈ ഏതെങ്കിലും തരത്തിലുള്ള മറ്റാളുകൾ ആരെങ്കിലും ഉന്നതരായിട്ടുള്ള ആരെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കടകംപള്ളി എന്ന പേരിലേക്ക് നമ്മൾ ഈ പറയുന്നതിനും നമ്മുടെ ഈ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുക മാത്രമാണ് നിലവിലുള്ളത്. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ ഇടപെടലുകൾക്ക് സർക്കാർ അങ്ങനെ സാധാരണ ഇടപെടാറുമില്ല. ഇവിടെ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നതും അത് പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപമായി ഉന്നയിക്കുന്നതും. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ കടകംപള്ളി സർക്കാരിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി ഒരു കത്ത് നൽകിയത് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അവർ പറയുന്നത് പരിശോധിക്കും, അക്കാര്യങ്ങളടക്കം പരിശോധിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒരു അനധികൃതമായ ഇടപെടൽ കടകംപള്ളി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഒരു അതിൻ്റെ തെളിവ് നമുക്ക് ഈ നിമിഷം വരെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴികളോ അല്ലെങ്കിൽ തെളിവുകളോ ഉണ്ടായാൽ സ്വാഭാവികമായും കടകംപള്ളിയുടെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും ഉണ്ടാവുകയും ചെയ്യും. ബിനിൽ, ഉറപ്പായും നിലവിൽ അങ്ങനത്തെ മൊഴികളോ കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും ഇത്രയും ഉന്നതരായിട്ടുള്ള ആളുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുമോ? നേരിട്ട് രാഷ്ട്രീയ നേതൃത്വത്തെ അന്നത്തെ മന്ത്രിയിലേക്ക് ഉൾപ്പെടെ പോകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ആ സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഈ നിമിഷവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്.